ലോക്സഭാ പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ 2 വർഷത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രാജ്യത്തെ സംഘപരിവാർ മുക്തമാക്കിക്കൊണ്ട് ഒരു മതേതര ഭരണം കൊണ്ടുവരിക ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചത്. അതിൻ്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്ര, അദ്ദേഹം നടത്തിയ യാത്ര അതിന് ശക്തി പകരുകയും ചെയ്തത്. പക്ഷെ പൂർണ്ണമായി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും സംഘപരിവാറിന് വിറപ്പിക്കാൻ പലയിടത്തും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തി. കഴിഞ്ഞ 2 വർഷക്കാലം രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം രാജ്യത്തുടനീളം നടത്തിയ യാത്രകൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. നോക്കൂ, അദ്ദേഹം ഭാരത് ജോഡോ യാത്രയ്ക്കിടെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ കട പൂട്ടിക്കൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഇല്ല എങ്കിൽ ഇനിയുള്ള 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. രാഹുൽ ഗാന്ധി എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ട്? അതിൽ അത് പറയുമ്പോഴേ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ലല്ലോ. 2004 മുതൽ 2024 വരെ പ്രതിപക്ഷ നേതാവേ ഉണ്ടായിരുന്നില്ല. കാരണം ഈ പറയുന്ന കോറം പൂർത്തീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് 2024 ശേഷമാണ് നമുക്ക് ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അതൊരു ഭരണഘടനാ പദവിയാണ് ഒരർത്ഥത്തിൽ. എന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ അതേ ഇതാണ്, പ്രിവിലേജസ് ആണ്. അപ്പോൾ അത് 1,32,000 രൂപ മറ്റാണ് ശമ്പളം. പിന്നെ സ്റ്റാഫ്, യൂണിയൻ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് വെക്കാവുന്ന അത്രയും സ്റ്റാഫ്, ഔദ്യോഗിക വസതി, ഇങ്ങനെ എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതാണ്. സർക്കാരിനെ വിമർശിക്കാൻ ഒരാൾ സർക്കാർ ശമ്പളത്തിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? അയാൾക്ക് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്, സംവിധാനങ്ങൾ ഒരുക്കുന്നത്, വാഹനം, സെക്യൂരിറ്റി, വീട്, സ്റ്റാഫ് എല്ലാം. അയാളുടെ ഒരേ ഒരു ജോലി എന്താണ്? സർക്കാരിന്. അപ്പോൾ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരാളെ സർക്കാർ തന്നെ ശമ്പളം കൊടുത്ത് പോറ്റുകയാണ്. അപ്പോൾ ആ നിലക്ക് വളരെ ഗംഭീരമായുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ 10 വർഷം 2004 മുതൽ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല. 2 വർഷമായി രാഹുൽ ഗാന്ധിയുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലാണ് വർക്ക് ചെയ്തത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. SIR അല്ല, എന്താ അതിൻ്റെ പേര്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, ഡോക്യുമെൻറ്റുകളെല്ലാം ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ബ്രേക്കിംഗ് ആണത് ശരിക്കും, അല്ലേ? അതിനെല്ലാവരും ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അട്ടിയായി വെച്ച് കൊണ്ടുവന്നിട്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് നിങ്ങൾ ഡീകോഡിലൊക്കെ ദിവ്യ ചെയ്തില്ലേ, ആ മട്ടിലുള്ള ഒരു പ്രസൻറ്റേഷനാണ്. അത് ആദ്യം ചെയ്യുന്ന ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഹരിയാന ഇലക്ഷൻ അത് ഒരു സ്റ്റോളൻ വേർഡിക്റ്റ് ആയിരുന്നു. അദ്ദേഹം കൺവിൻസിംഗ്ലി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലേ? അദ്ദേഹം ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണ്, ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം മുന്നോട്ട് വെക്കുന്നു. ഗുരുതരം, നിസ്സാര പ്രശ്നമല്ല. ഒരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ളൊരു ആരോപണമാണ്. എനിക്ക് 1987 കശ്മീർ അസംബ്ലി ഇലക്ഷനിൽ മാത്രമാണ് അങ്ങനെ ഒരു സ്റ്റോളൻ വേർഡിക്റ്റാണ് എന്നുള്ളൊരു ആരോപണം ഗൗരവത്തിലുണ്ടായത്. നമുക്ക് അതിന് ശേഷം കശ്മീരിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം. കശ്മീർ നോർമൽസിയിലേക്ക് പിന്നെ പോയിട്ടില്ല. പക്ഷേ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇത്രയും ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെ ശക്തമായി നിൽക്കുന്നൊരു സംസ്ഥാനമാണ് ഹരിയാന. നമുക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു, നമ്മളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയില്ലേ? പാർട്ടി അനങ്ങിയില്ലല്ലോ. പാർട്ടി എവിടെ അനങ്ങിയില്ല? ഞാനതാ പറഞ്ഞത്, ഹരിയാനയിൽ ആ ദിവസം ഒരു സായാഹ്നധർണ പോലും നടന്നില്ല. അവിടെയുള്ള തെരുവുകൾ കോൺഗ്രസ് പ്രവർത്തകർ കൈയടക്കേണ്ട ഒരു ദിവസമല്ലേ അത്? നമുക്ക് 1.5 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ വിധി അട്ടിമറിച്ച് നിങ്ങൾ തെറ്റായ രീതിയിൽ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടക്കണ്ടേ? അങ്ങനെയൊന്നുണ്ട്. ഇതാണ് ഇതിലൊരു പ്രശ്നം. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആൾക്ക് അദ്ദേഹം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ധിഷണാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ആൾക്ക് സംസാരിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം, അതനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ഗൗരവം എന്താണെന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനെതിരായി രൂപപ്പെടാവുന്ന ബദൽ രാഷ്ട്രീയം, പ്രതിപക്ഷ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ലാത്ത ജാതി സെൻസസ് പോലെയുള്ള പുതിയ ആശയങ്ങൾ, OBC പൊളിറ്റിക്സിനെ കുറിച്ച്, ദലിത് ബഹുജൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ആവശ്യമുള്ള സാധ്യമായിട്ടുള്ള
പ്രതിപക്ഷ രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. ഈ ഭരണകൂടം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കുഴപ്പമാണോ, അദ്ദേഹത്തിൻ്റെ കൊലീഗ്സിൻ്റെ കുഴപ്പമാണോ, അത് വേറെ പരിശോധിക്കണം. ഞാൻ ഇത് എല്ലാറ്റിൻ്റെയും കൂടെ കുഴപ്പമാണ്. ഇദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്ന് വെച്ചാൽ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് ഇതുവരെ മാറിയിട്ടില്ല രാഹുൽ ഗാന്ധി. അദ്ദേഹം പല കാര്യങ്ങളും പ്രതികരിക്കുന്നത് പലപ്പോഴും വൈകിയിട്ടാണ്. പലപ്പോഴും അദ്ദേഹം ഇവിടെ കാണുന്നില്ല. അദ്ദേഹം വിദേശത്ത് ഇവിടെ നിർണായകമായ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം വിദേശത്തായിരിക്കും. പല കാരണങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകും. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു അത്യധികം സങ്കീർണമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, അതും അപ്പുറത്ത് അതിശക്തമായിട്ടുള്ള ഈ രാഷ്ട്രീയം, ഭരണകൂട രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കേന്ദ്രം ഭരിക്കുന്നു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നു. രണ്ട് മഹാശക്തികൾ BJP, RSS, ഇത് രണ്ടും പാരലായിട്ട് ഫ്രം ടോപ്പ് ടു ദ ബോട്ടം ഓയിൽഡ് മെഷീൻ എന്ന കണക്ക് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ദുർബലമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് അതിനോട് ഫൈറ്റ് ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം രാഷ്ട്രീയം കളിക്കണം. ഫുൾ ടൈം രാഷ്ട്രീയം കളിക്കണം. ഒരു ഒഴിവു സമയ വിനോദമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ നിലക്ക് വെക്കേഷനിങ്, ഇന്ത്യയിലേക്ക് വെക്കേഷനിങ് വന്ന് ഇവിടെ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം എവിടേക്കാണ് ഈ പോകുന്നത്? വെക്കേഷനിങ് ആണോ? ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫിൽ അദ്ദേഹത്തിന് പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഒരു സാധാരണ ഫുൾ ടൈം പൊളിറ്റീഷ്യന് പോലും അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ ഇതാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പാളുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിന് കോൺഗ്രസിൻ്റെ സംഘടനാ ശരീരത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. നോക്കൂ ദിവ്യ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരുവിൽ അത് എന്തു ചെയ്തു കോൺഗ്രസ്? രാഹുൽ ഗാന്ധിയാണല്ലോ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നയിക്കുന്ന ഈ പ്രതിപക്ഷ രാഷ്ട്രീയം തെരുവിൽ എന്താണ് ഉണ്ടാക്കിയത്? എന്തിളക്കാണ് ഉണ്ടാക്കിയത്? ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്ത്യൻ ഏർബൻ മിഡിൽ ക്ലാസ്സിനെ അവരെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം, അതിനകത്ത് നോക്കൂ, മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, പശുക്കൊല, അതൊക്കെ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ്സിന് വയ്യായി കണ്ട് നമ്മളിപ്പോൾ അത് ഏറ്റെടുത്താൽ വോട്ട് പോകും, ഇങ്ങനെയൊക്കെ ബേജാറുണ്ടെന്ന് വിചാരിക്കുക. ഇതിലെന്താ പ്രശ്നം? ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബേസ് കൂടെ ആയിട്ടുള്ള ആ ഏർബൻ മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് യൂത്ത്, അവരെ എഫക്റ്റ് ചെയ്യുന്ന, അവരെ ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നൊരു വിഷയമല്ലേ? അതിൽ പോലും ഒരു ആന്തോളനം സൃഷ്ടിക്കുവാൻ ഈ ചെറിയ രീതിയിലെങ്കിലും ചലനം ഉണ്ടാക്കിയത് ആരാണ്? എങ്ങാണ്ടോ ഉണ്ടായി വന്ന CJP എന്ന് പറയുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വിഷനെക്കുറിച്ചോ ധിഷണയെക്കുറിച്ചോ അഭിപ്രായ വ്യത്യാസമില്ല. പൊളിറ്റിക്കൽ പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ശരി, അപ്പോൾ അജംസ് കുറച്ചുകൂടി തൻ്റെ ഐഡിയോളജിയിൽ ഈ ഐഡിയാസിൽ കുറച്ചുകൂടി സീരിയസ് ആവണം എന്നാണോ പറയുന്നത് രാഹുൽ ഗാന്ധി? ആവശ്യത്തിലധികം സീരിയസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും സീരിയസ് ഒരു LOPക്ക് ആവശ്യമില്ല. അതൊരു ഫിലോസഫറെ പോലെ, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറെ പോലെയാണ് പലപ്പോഴും ആക്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു LOP ആയിട്ടല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ആവശ്യമാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആവശ്യമാണ്. ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ജൂൺ 8 ഇന്ത്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയിരുന്നു. സാധാരണ ഇന്ത്യ മുന്നണിയിലെ പ്രസംഗമൊന്നും അങ്ങനെ പുറത്തേക്ക് വരാറില്ല. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി തന്നെ അതിൻ്റെ വെർബാറ്റം പുറത്തേക്ക് വിട്ടു. അത് ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയും ഇന്ന് വായിച്ചിരിക്കേണ്ട ഒരു പ്രസംഗമാണ്. അത് അദ്ദേഹം പറയുന്നത്, 2024 ഇലക്ഷനിൽ നമ്മൾ തോറ്റു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളോട് പറയാം. നമ്മൾ ജയിച്ചു, നമ്മളാണ് ആ ഇലക്ഷൻ ജയിച്ചത്. പക്ഷേ നമ്മുടെ ജയം അവർ മോഷ്ടിക്കുകയായിരുന്നു. ദാറ്റ് വാസ് എ സ്റ്റോളൻ വിക്ടറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നത്, പിന്നെ ഹരിയാനയിൽ നടന്നതൊക്കെ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അടുത്ത തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് നമ്മൾ ജയിക്കുമെന്ന്? എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണയിലാണ്. നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ മത്സരിക്കുന്ന ആ ഗ്രൗണ്ട് ഈവൻ അല്ല. ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവനായി RSS ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ വരെ ഹൈജാക്ക് ചെയ്തു, ഇൻ്റലിജൻസ് ഹൈജാക്ക് ചെയ്തു, നീതിന്യായ വ്യവസ്ഥ ഹൈജാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 2024 നമ്മൾ ജയിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. RJD വിചാരിക്കുന്നു ബീഹാറിൽ വോട്ട് ചോരി നടന്നോ എന്ന് ചോദിച്ചാൽ ലാലു പ്രസാദ് തേജസ്വി യാദവ് പറയും 40% ഞാൻ അതിൽ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറയും. ബംഗാളിൽ വോട്ട് ചോരി നടന്നോ എന്ന് മമതാ ബാനർജിയോട് ചോദിച്ചാൽ അവരും പറയും ഞാൻ ഒരു 50% വിശ്വസിക്കുന്നു.
50% ഇല്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ 100% വിശ്വസിക്കണം, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇന്ത്യ സഖ്യമാണ് ജയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടതാണെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഇനി നമ്മൾ ഇലക്ഷൻ ജയിച്ചിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ച് ആ പ്രസംഗത്തിൽ നിന്ന് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭാഗം എന്താണെന്നറിയോ? ഞാൻ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞത് മാത്രമാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇനി ഇലക്ഷൻ ജയിക്കലല്ല ഇന്ത്യ മുന്നണിയുടെ മുമ്പിലുള്ള വഴി, അത് റെസിസ്റ്റൻസ് ആണ്. കോൺഗ്രസ് നമുക്കൊരു സ്റ്റേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് രൂപം കൊണ്ടാണ് കോൺഗ്രസ് രൂപം കൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് റെസിസ്റ്റൻസ് അറിയാം. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടിൽ, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്. ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളല്ല, അതിനെതിരെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. നമുക്ക് റെസിസ്റ്റൻസ് നടത്തേണ്ടത് എന്ന് ആലോചിക്കുന്നത് പോലും ഒരു റെസിസ്റ്റൻസ് ആണ് എന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളോട് ഞാൻ പറയുകയാണ്. അതായത് ഇന്ത്യയിൽ ഇനിയൊരു ഇലക്ട്രൽ ഡെമോക്രസിയിൽ ഇനി വർക്ക് ചെയ്യാം എന്ന വ്യാമോഹം നിങ്ങൾ കൈവിടിയൂ എന്നാണ് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടി രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊരു ചെറിയ പ്രസംഗമായിരുന്നില്ല. പക്ഷേ ആ പ്രസംഗം അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കോൺഗ്രസ്സുകാരോടാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇദ്ദേഹം ഒരു ഞാനിപ്പോഴും രാഹുൽ ഗാന്ധിയെ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറായിട്ടാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആവശ്യമുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട്. പകരം ഈ LOP എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം വേറൊരാളെ നിശ്ചയിക്കുകയോ മറ്റൊരാളെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ യഥാർത്ഥത്തിൽ ഷാർപ്പാണ്. അദ്ദേഹം കാര്യങ്ങൾ നേരത്തെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ മുമ്പിൽ മറ്റു വഴികളില്ല എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തോട് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്കും മറ്റു വഴികളില്ല എന്നേ പറയാനുള്ളൂ. യെസ്, അതാണ്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, കൃത്യമായ കാഴ്ചപ്പാടുള്ള, ദീർഘവീക്ഷണമുള്ള നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അത് ഉൾക്കൊള്ളാനും അത് ഓരോ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു പാർട്ടി സംവിധാനം അദ്ദേഹത്തിനൊപ്പമില്ല എന്നതൊരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നുന്നത്.